ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാനകമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പെസഹ വ്യാഴത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. പെസഹ വ്യാഴത്തോടനുബന്ധിച്ചുള്ള അപ്പം പുഴുങ്ങലിന്റെ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അതെ, അതിനായിട്ട് ഇവിടെ ഒരാൾ രാവിലെ തേങ്ങ ചിരണ്ടി തുടങ്ങിയിട്ടുണ്ടല്ലേ. തേങ്ങ അവിടെ പൊട്ടിച്ച് കൂട്ടി വെച്ചേക്കുന്നു. ഇതേണ്ട തേങ്ങ ചിരണ്ടി ബേസിനകത്താക്കി വെച്ചേക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉഴുന്ന് വെള്ളത്തിൽ കിടക്കുന്നു. ഒരു ചെരുവ് ഉഴുന്ന് വെള്ളത്തിൽ കയറിയിട്ടുണ്ട്. ബാക്കി എന്നൊക്കെ അമ്മി ചെയ്തു വെച്ചേക്കുന്നേ? ഇല കീറി വെച്ചിട്ടുണ്ടല്ലേ. ഇല ഞാൻ വെട്ടാൻ പോകാൻ ഓർത്ത. ഇല വെട്ടി മുറ്റത്തൂടെ നിരത്തി മമ്മി ഇല വെട്ടി കീറി അത് മുറ്റത്തിട്ട് ഉണങ്ങി. അതെ അല്ലേ, റെഡിയാക്കി. അതാ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഞാൻ വന്ന് വെട്ടണം എന്ന് ഓർമ്മോണ്ടിരിക്കുന്നു. വെട്ടിയിട്ട് അത് വെട്ടുന്ന വീഡിയോ എടുക്കണം. വാഴയില കുറവാ. ആണോ? ചെറിയ ഇല മുഴുപ്പില്ല. ആണോ? സാരമില്ല, എന്നാലും ഇല തെറിയോ? ആണല്ലേ. ആദ്യക്കുട്ടൻ അവിടെ ഇച്ചിരി പരിപാടിയാണ് കേട്ടോ. ആദ്യക്കുട്ടന്റെ അടുത്ത് സൗണ്ട് ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. അവിടെ ഒരു മാങ്ങാ പൊളി കൊടുത്തതാ, മാങ്ങാപ്പഴം കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ദിവസം യാത്ര പോയപ്പോ കിട്ടിയ മാങ്ങാപ്പഴമാണ്. അതെ, നല്ല അടിപൊളി മാങ്ങാപ്പഴം കിട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങള് പെസഹ വ്യാഴത്തിന്റെ തുടക്കം മാത്രമാണ്. ഇന്ന് വൈകുന്നേരം അപ്പം പുഴുങ്ങുന്നവരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും കേട്ടോ. കുട്ടി ഓർമ്മയാണ്. അതെ, ഓരോന്നോരോന്ന് ചെയ്യുന്ന എല്ലാം കാണിച്ചു തരാം. അപ്പം പുഴുങ്ങാൻ ഇത് ജസ്റ്റ് രാവിലെ തുടങ്ങുന്ന മാത്രം. അവര് വരും, പെങ്ങളൊക്കെ വരുമെന്ന്. അപ്പൊ അവര് വരുമ്പോഴത്തേക്കും തന്നെ പകുതി പരിപാടി ചെയ്ത് വെക്കണം എന്നോർത്തോണ്ടാണ് ഇവിടെ തേങ്ങാരനിൽ തുടങ്ങിയേക്കുന്നത്. ഒന്നും ആയി. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അപ്പം പുഴുങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി അമ്മി? നമ്മുടെ വീട്ടിൽ അപ്പം പുഴുങ്ങിയിട്ട് ഒത്തിരി കാലമായി അല്ലേ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പം കല്യാണം കഴിഞ്ഞ പിന്നെ ഇവിടെ അപ്പം പുഴുങ്ങിയിട്ട് പോലും ഇവിടെ അപ്പം പുഴുങ്ങിയിട്ടില്ല. എന്റെ ഇവിടത്തെ ആദ്യത്തെ അപ്പം പുഴുങ്ങലാ. ഒരാള് വെളുത്തുള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരാള് തേങ്ങ ചിരണ്ടുന്നു, ഒരാൾ തേങ്ങ അരയ്ക്കുന്നു. അങ്ങനെ ഓരോരോ പണികളാണ്. അവർ വരുമ്പോഴത്തേക്കും പെങ്ങൾ കളിയിലും വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം. പകുതി പണികളെല്ലാം ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകളെല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അവർ വന്നതിന് ശേഷം കുഴയ്ക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം കൂട്ടെല്ലാം റെഡിയാണ്. മമ്മി താണ്ടെ അപ്പോഴത്തേക്കും ഇവിടെ തുടങ്ങി കഴിഞ്ഞു കേട്ടോ. 2 മണിയായി സമയം. ഞങ്ങൾ ചോറിനോട്ടിരുന്ന സമയത്ത് മമ്മി കുഴയ്ക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ആൾ വന്ന് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ 2-3 ട്രിപ്പ് കുഴയ്ക്കാനുണ്ട്. ചെറിയൊരു പാത്രത്തിലാണ് കുഴച്ചത്. നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മമ്മി വേണ്ട വാഴത്തടയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. വാഴത്തടയൊക്കെ അതിനകത്തേക്ക് അടുക്കി ഇതിപ്പോൾ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. വാഴത്തടയൊക്കെ അടുക്കി വെച്ച് വാഴത്തട കുക്കറിനകത്ത് അടുക്കി വെച്ചേക്കുന്നത്. കുരിശപ്പം പരത്താനായിട്ട് എന്നോട് പറഞ്ഞു കേട്ടോ. എല്ലാവരും കൂടെ അങ്ങനെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കുരിശപ്പം പരത്തിക്കുകയാണ്. അങ്ങനെ കുരിശപ്പം പരത്തുകയാണ് കേട്ടോ. കുരിശപ്പം പരത്തുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ചടങ്ങ് പോലെയാണ്. വീട്ടിലുള്ള ആണുങ്ങൾ ആണ് ചെയ്യേണ്ടതെന്നൊക്കെ എന്തൊക്കെയോ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ആ വീട്ടിലെ മൂത്ത ആണുങ്ങൾ ആരാണോ അവരാണ് കുരിശപ്പം പരത്തുന്നത്. അപ്പോൾ അവർ 2 പേരും ഇടത്തും വലത്തും നോക്കി നിൽപ്പുണ്ട്. അങ്ങനെ കുരിശപ്പത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുരിശും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ, കുരുത്തോല കട്ട് ചെയ്ത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലുണ്ടായിരിക്കും, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഇതിൻ്റെ കൂട്ടുകൾക്ക് പോലും ഓരോ സ്ഥലത്ത് മാറ്റങ്ങളുണ്ട്. നമ്മുടെ അപ്പത്തിന് പോലും ഓരോ ടേസ്റ്റുള്ള സ്ഥലങ്ങളുണ്ട്. ടേസ്റ്റ് വ്യത്യാസം വരുന്ന സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് ചുട്ടെടുക്കും, ചിലയിടത്ത് ഇങ്ങനെ പുഴുങ്ങിയെടുക്കും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലും. അപ്പോൾ നമ്മുടെ കുരിശപ്പം റെഡിയായിട്ടുണ്ട്. ഇനി അത് മടക്കി പൊതിഞ്ഞെടുക്കും. അതൊക്കെ ചെയ്യാൻ മമ്മിയുടെ എക്സ്പീരിയൻസിൻ്റെ അത്ര ആർക്കും ഇല്ല കേട്ടോ. മമ്മിക്കതൊക്കെ അതുപോലെ തന്നെ മമ്മിയുടെ അപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് മമ്മി ഉണ്ടാക്കുന്നത്. സൂപ്പറാണ്, നല്ലൊരു ടേസ്റ്റാണ്. നമ്മളങ്ങനെ വേറെ എവിടെ പോയി കഴിച്ചാലും മമ്മി ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് വേറെ ഒരിടത്തും ചെന്നാലും കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരാൾ ഇവിടുന്ന് ഉരുട്ടി തരുന്നു. ഞങ്ങൾ 2 പേരോട് അവിടെ നിന്ന് പരത്തി നമ്മുടെ കുക്കറിനകത്തേക്ക് ഉണ്ടാക്കുന്നു. വാഴയില കുറച്ച് ചെറുതായിപ്പോയി. ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. കാരണം നമുക്കിപ്പോൾ ഈ ഏത്തവാഴയൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഏത്തവാഴയുടെ ഇല അങ്ങനെ ആരും ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. പാളയംകോടൻ, ഞാലിപ്പൂവൻ അങ്ങനെയുള്ള വാഴകളുടെ ഇലകളാണ് കൂടുതൽ ഉപയോഗിക്കാറ്. അങ്ങനെയുള്ള വാഴകൾ നമുക്ക് കുറവായതുകൊണ്ട് തന്നെ ഉള്ള വാഴയിലാണെങ്കിൽ ഇലയ്ക്കൊട്ട് വീതിയും കുറവാണ്. അതുകൊണ്ട് ചെറിയ ഇൻട്രിയപ്പങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ വലിപ്പമൊന്നുമില്ല, സാരമില്ല. എന്നാലും കുറച്ച് എണ്ണം കൂടുതൽ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ചെറിയ ഇലയിലാണെങ്കിൽ ഇലയുടെ ക്ഷാമം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആദ്യത്തെ തവണ കുക്കറിനകത്തേക്ക് കയറ്റി വെക്കുന്നു. ഒരു തവണ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്കൊന്നും ആകുകയില്ല. അപ്പം നമുക്കൊരു 3 തവണ ഇതിനകത്ത് പുഴുകേണ്ടി കൊണ്ടും പാത്രം ചെറുതായതുകൊണ്ടും എണ്ണം കൂടുതൽ വരുന്നതുകൊണ്ടും പിന്നെ കാണാം. ഇതാ നമ്മുടെ വൈകുന്നേരത്തെ എല്ലാം റെഡി ആയിരിക്കുകയാണ്. നമ്മളപ്പോൾ അപ്പം മുറിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെസഹ തിരുനാൾ ആശംസകൾ നേരുന്നു.